സ്വപ്ന ക്യാമ്പസുകളിലെ വിശേഷങ്ങൾ നേരിട്ടറിയാം എന്ന സീരീസിലെ 5ാമത്തെ സെഷനിലേക്ക് ആദ്യം തന്നെ ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ വിശേഷങ്ങളാണ്. അപ്പം ഇന്ത്യയിലെ തന്നെ ഒരു റിനൗൺഡ് യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഇപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പുതുച്ചേരി എന്ന യൂണിയൻ ടെറിട്ടറിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സ് അക്കാഡമിക് പ്രോഗ്രാംസ് PU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PUവിനെ പറ്റി പറയുമ്പോൾ ആസ് എ സ്റ്റുഡൻറ് ഇൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി PUവിൻ്റെ ക്യാമ്പസിലെ ഗ്രീനറി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു അടിപൊളി ക്യാമ്പസ് ലൈഫും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇന്നും നമ്മോടൊപ്പം ഉള്ളത് ആദികൃഷ്ണ. ആദികൃഷ്ണ ഇപ്പം ഇവിടെ PUവില് സെക്കൻഡ് ഇയർ ഫിലോസഫി സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ആദികൃഷ്ണനെ ഈ സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹന്ന ഷെറിൻ BBA ഹോണേഴ്സ് വിദ്യാർത്ഥിനിയാണ്. ഹന്ന ഷെറിനെ ഈ സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദികൃഷ്ണയും ഹന്ന ഷെറിനും നമ്മളെ പോളിഗ്രേഡിന്റെ സ്വന്തം സ്റ്റുഡൻസ് കൂടിയാണ്. അപ്പം ആദ്യം നമ്മളോട് ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ ആദികൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്യുന്നു. എന്റെ വോയിസ് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. തസ്നിം മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ പോളിഗ്രാഡിൽ പഠിച്ചിട്ട് ഇപ്പം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ BA ഹോണേഴ്സ് ഫിലോസഫി സെക്കൻഡ് ഇയർ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പഠിക്കുന്നതിന് പേർക്സും അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയും അതിന്റെ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബ്രോഷർ ഉണ്ട്, അത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഷെയർ ചെയ്യാം. സോ ആസ് യു ഓൾ നോ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകദേശം 25 വർഷത്തിൽ മേലെയായിട്ട് ഇന്ത്യയിലെ 25 അല്ല, ഏകദേശം 50 ഇയേഴ്സിന്റെ അടുത്തായിട്ട് ഇന്ത്യയിൽ സെർവ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരിയിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ഇവിടുത്തെ പോണ്ടിച്ചേരി സ്റ്റുഡൻസിന്റെ അപ്ലിഫ്മെന്റിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി ആണെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസിൽ ഒരു ഗ്രൂപ്പാണ് നമ്മൾ മലയാളി സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമ്പസിൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അവിടെ കുറെ അധികം മലയാളീസിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ NIRF റാങ്കിങ്സിലും QS ഏഷ്യ റാങ്കിങ്സിലും എല്ലാം വളരെ മികച്ചൊരു പെർഫോമൻസ് നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് നമ്മൾ. ഈ വർഷം റിലീസായ QS ഏഷ്യ സെൻട്രൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ഏകദേശം 101 to 150 റാങ്കിങ് ബാൻഡിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ 1200 to 1250 ലിസ്റ്റിലും യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇത്തവണ A+ അക്രഡിഷനിലേക്ക് ഉയരാനും യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ട് ഈ 2025 NAAC അക്രഡിഷന് ശേഷം. അപ്പം ഇത്രയും നല്ല റാങ്കിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്ര കോഴ്സസ് ഉണ്ടെന്നും ഏതൊക്കെ കോഴ്സിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് റിക്വയർഡ് എന്നും ഒന്ന് റിസർച്ച് ചെയ്യാം. സോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോഴ്സുകളിൽ ഒന്നാണ് BA തമിഴ്. അത് എത്ര പേര് ആസ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. തമിഴിൽ ഏകദേശം 30 സീറ്റ്സ് ആണുള്ളത്. അതിലേക്ക് CUT UGയിൽ നമ്മൾ എഴുതേണ്ട പേപ്പർ എന്ന് പറയുന്നത് തമിഴ് പേപ്പറാണ്. അപ്പം തമിഴ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആസ് ദിസ് ഇസ് ഒരു തമിഴ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് തമിഴ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം പിന്നെ ഉള്ളത് രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ് ആണ്. ഇവിടുത്തെ വൺ ഓഫ് ദ ഗുഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും. പിന്നെ UGയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അത് ഏത് ഡിപ്പാർട്ട്മെന്റിനായാലും ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ UG കോഴ്സസ് എന്ന് പറയുന്നത് ഇത്രയും കാലത്തിന് CUT UG ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുവരെ അത്യാവശ്യം കുറവായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് അതിന്റെ ഇൻക്രീസ് കാരണം പെട്ടെന്നുണ്ടായ അഡാപ്റ്റേഷൻസ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എല്ലാ യൂണിവേഴ്സിറ്റീസിനും. അപ്പൊ അതിൻ്റെതായ ലിമിറ്റേഷൻസ് എല്ലാ കോഴ്സിനും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം BSc മാത്തമാറ്റിക്സ് ആണെങ്കിലും BSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതിൽ മാത്തമാറ്റിക്സിൽ 28 ഇൻടേക്കും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് 30 ഇൻടേക്കും ആണുള്ളത്. മാത്തമാറ്റിക്സിന്റെ പേപ്പർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് മാത്രം എഴുതിയാൽ മതി, വേറെ സയൻസ് പേപ്പേഴ്സ് ഒന്നും ആവശ്യമില്ല.
അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പേപ്പർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും ഫിസിക്സും നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് പേപ്പറുകൾക്കും ഈ രണ്ട് കോഴ്സിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് കോമൺ ആണ്. 50% ഓഫ് മാർക്സ് ഇൻ യുവർ +2 എന്നുള്ളതാണ് ഇതിന്റെ എലിജിബിലിറ്റി. അപ്പം 50% മാർക്സ് മാത്രം മതി. നിങ്ങൾക്ക് വേറെ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാർക്ക് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. അതുപോലെ CUT-യുടെ ഡൊമൈൻ സബ്ജക്ട്സ് കവർ ചെയ്യണമെന്നാണ്. അപ്പം മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം നല്ല പ്രൊഫസേഴ്സും ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് മാത്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം BSc മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സോ നോക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഓപ്ഷനാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ള ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും നല്ല പ്ലേസ്മെന്റ് ഉള്ളതുമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. MBA ഡിപ്പാർട്ട്മെന്റ്സിന് ഇത്രയും കാലത്തിനിടയിൽ നല്ല പ്ലേസ്മെന്റ് റെക്കോർഡും അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അലൂമിനീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അത് ഈ ഇടയ്ക്ക് 2 വർഷം മുന്നെയാണ് BBA കോഴ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. BBA കോഴ്സ് ഇൻട്രൊഡ്യൂസ് ആയതിനു ശേഷം എല്ലാ വർഷവും കോഴ്സിന്റെ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു കോഴ്സാണ് BBA. സെലക്ഷനിലാണെങ്കിലും എല്ലാം. പക്ഷെ ചില ലിമിറ്റേഷൻസ് BBAക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രൊഫസേഴ്സിന്റെ ക്ലാസ് എടുക്കുന്നതിലാണെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ ചില ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ BBA സർട്ടിഫിക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഓരോ വർഷം കൂടുന്നതോറും ഇംപ്രൂവ് ആയി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് BBA. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ BBA പറയാം. ഏകദേശം BBAയിൽ നമുക്ക് കരയ്ക്കലിലും പുതുച്ചേരിയിലും വരുന്നുണ്ട്. ഞാനിവിടെ പുതുച്ചേരിയിലാണ് പറയുന്നത്. പുതുച്ചേരിയുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് 40 സ്റ്റുഡൻസ് ആണ്. ഇതിനും സെയിം എലിജിബിലിറ്റി ആണ്. 50% മാർക്സ് ഇൻ യുവർ +2. അതിനോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ പേപ്പർ CUT UG ഡൊമൈനിൽ കവർ ചെയ്യണമെന്നുണ്ട്. ബിസിനസ് സ്റ്റഡീസ് പേപ്പറും 50% എലിജിബിലിറ്റി മാത്രമാണ് വേണ്ടത്. പിന്നെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അണ്ടറിൽ തന്നെ വരുന്ന മറ്റ് കോഴ്സുകളാണ് BA എക്കണോമിക്സും അതുപോലെ തന്നെ BCom ജനറലും. ഇങ്ങനെ 2 കോഴ്സ് വരുന്നുണ്ട്. BCom ജനറലിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ പുതുച്ചേരിയിലും കരയ്ക്കലിലും അവൈലബിൾ ആണ്. പുതുച്ചേരിയിലെ കേസ് നോക്കുകയാണെങ്കിൽ 40 സീറ്റ്സ് ആണ് BCom ഹോണേഴ്സിന് ഉള്ളത്. പിന്നെ ഇതിലും നമ്മുടെ സെയിം എലിജിബിലിറ്റി 50% മാർക്സ് ഇൻ +2. പിന്നെ പേപ്പറുകളുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് അക്കൗണ്ടൻസി ഓർ ബിസിനസ് സ്റ്റഡീസ് ഓർ എക്കണോമിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് 4 പേപ്പർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഇതിൽ പ്രിഫറൻസ് ഉണ്ടാവും. അത് അതത് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ജുറിസ്ഡിക്ഷൻ ആണ്. അതിൽ യൂണിവേഴ്സിറ്റി അല്ല ഡിസൈഡ് ചെയ്യുന്നത്. അത് അതത് വർഷം അവിടുത്തെ HOD ആണ് ഡിസൈഡ് ചെയ്യുക. പക്ഷെ ഇത് BCom ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിക്ക് ഇവിടെ പ്രിഫറൻസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് സ്പോട്ട് അഡ്മിഷൻസ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് BA എക്കണോമിക്സ് ആണ്. BA എക്കണോമിക്സിലും സെയിം എലിജിബിലിറ്റി ആണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് 50% നമുക്ക് ഒരു ക്യാപ്പ് അവർ വെക്കുന്നില്ല. സീനിയർ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഗ്രേഡ് 12 എന്നാണ് പറയുന്നത്. അതായത് +2 പാസ് ആവണം എന്ന് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ അതിനോട് എക്വിവലന്റ് ആയ മറ്റേതെങ്കിലും UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനോട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിൽ എക്കണോമിക്സും ബിസിനസ് എക്കണോമിക്സും ഇങ്ങനെ 2 പേപ്പേഴ്സ് അവൈലബിൾ ആണ്. രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആവാനാണ് മോസ്റ്റ് പ്രോബബ്ലി സാധ്യത. അപ്പം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം മലയാളീസിനും അടക്കം നല്ലൊരു പ്രസൻസ് ഉള്ള നല്ല കുഴപ്പമില്ലാത്ത പ്രൊഫസേഴ്സും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മാനേജ്മെന്റ് അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ വാല്യൂ ഇവിടുത്തെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് സ്കൂൾ ഓഫ് ഫിസിക്കൽ കെമിക്കൽ ആൻഡ് അപ്ലൈഡ് സയൻസസ് സോഫ്റ്റ്കാസ്റ്റ് എന്ന് ഇവിടെ പറയുന്ന വൺ ഓഫ് ദി മോസ്റ്റ് അക്കാഡമിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്സിൽ ഒന്നാണ് ഈ ഒരു 4 ഡിപ്പാർട്ട്മെന്റ്സ് വരുന്ന ഈ ഒരു സെക്ഷൻ. അതിൽ PG ഉണ്ട്, UG ഉണ്ട്. UGയിൽ മെയിൻലി അപ്ലൈഡ് ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, സൈക്കോളജി എന്നീ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. ഈ 4 ഡിപ്പാർട്ട്മെന്റ്സും അത്യാവശ്യം നല്ല PUവിൽ ഫേമസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. നല്ല ഒരുപാട് നമ്പർ ഓഫ് പ്രൊഫസേഴ്സും പുതിയ ബിൽഡിങ്സ് അതായത് ഈ കെമിസ്ട്രി, ഫിസിക്സ്, അപ്ലൈഡ് ജിയോളജി ഇതിൽ കെമിസ്ട്രിക്കും ഫിസിക്സിനും പുതിയ ബിൽഡിങ്സ് ഇപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ്. അതായത് നിങ്ങളുടെ അടുത്ത വരാൻ പോകുന്ന ബാച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പുതിയ ബിൽഡിങ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കൂളിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാബ് ഫെസിലിറ്റീസിൽ ഒരു ബാക്ക്വേർഡ്നെസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്കൂളിന്റെ ഒരു പൊതുവേ ഉള്ള ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. സ്റ്റുഡൻസിനായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണത്. പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് ഇനാഗുറേറ്റ് ചെയ്യുന്ന പുതിയ ബിൽഡിങ്സിൽ ഈ ഒരു ലാബ് ഫെസിലിറ്റി ഒരു വിധം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കൂടുതലായിട്ട് സ്റ്റുഡൻസ് നല്ല കോമ്പറ്റീഷൻ ഉള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇത്. അതുപോലെ തന്നെ ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ് അപ്ലൈഡ് ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് സൈക്കോളജി 4 ഡിപ്പാർട്ട്മെന്റിലും 25 സ്റ്റുഡൻസ് ആണ്. അതിൽ സൈക്കോളജിയിൽ മാത്രം 30 ഇൻടേക്ക് ഉണ്ട്. ബാക്കി എല്ലാത്തിലും 25 സ്റ്റുഡൻസിന്റെ ഇൻടേക്ക് ആണ് വരുന്നത്. എല്ലാത്തിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെയിം ആണ്. 50% മാർക്സ് ഇൻ +2 പാസ് ആവുക. അതിൽ 50% മാർക്സ് വളരെ കമ്പൽസറി ആണ്. പേപ്പറുകളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വ്യത്യാസമുണ്ട്. ഇതിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആണ് ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസ്. ഇതുവരെ കരൈക്കൽ ക്യാമ്പസിലായിരുന്നു BSc സൈക്കോളജി ഉണ്ടായിരുന്നത്. അത് ഈ വർഷം ഫാക്കൽറ്റി ലിമിറ്റേഷനും മറ്റു കാര്യങ്ങളും കൊണ്ട് പോണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം ഈ പ്രാവശ്യം വന്ന ഇൻഫർമേഷൻ ബ്രൗസറിൽ അത് കരൈക്കൽ എന്ന് ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്ട്ലി ലിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത വർഷം അത് സൈക്കോളജി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്പം അത് നിങ്ങളുടെ ഫൈനൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇമെയിൽ വരുമ്പോൾ കൺഫേം ചെയ്യേണ്ടതാണ്. ഇപ്പം നിലവിലെ ഇൻഫർമേഷൻ പ്രകാരം സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ സിൽവർ ജൂബിലി ക്യാമ്പസിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇതിനകത്ത് സൈക്കോളജിയുടെ പേപ്പർ ആയിട്ട് വരുന്ന സൈക്കോളജി തന്നെയാണ് മെയിൻ ആയിട്ട്. ആ ഒരൊറ്റ പേപ്പർ മാത്രമേ കവർ ചെയ്യാൻ പറ്റൂ. പിന്നെ ഫിസിക്സ് ആണ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അക്കാഡമിക്കലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റുഡൻസ് ആരും അങ്ങനെ ഒരു ബിലോ ആവറേജ് എന്നൊരു നിലയിൽ പെർഫോം ചെയ്യാത്തൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ സെക്കൻഡ് ഇയേഴ്സിന്റെ ഒരു കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെയും പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. ചില ഫാക്കൽറ്റീസ് നല്ലതാണ്, അതുപോലെ തന്നെ ചില ഫാക്കൽറ്റീസിന്റെ ലിമിറ്റേഷൻസ്. ഫിസിക്സിന്റെ എലിജിബിലിറ്റി പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൽസറി ആണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് കെമിസ്ട്രി ഓർ ബയോളജി ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 പേപ്പർ നിങ്ങൾ കമ്പൽസറി ആയിട്ട് എഴുതണം. അതിൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഓപ്ഷൻ ഇല്ല, അത് കമ്പൽസറി ആണ്. കെമിസ്ട്രി ഓർ ബയോളജി എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ഉള്ളത് BSc കെമിസ്ട്രി തന്നെയാണ്. BSc കെമിസ്ട്രിയിൽ വരുമ്പം ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് എഴുതേണ്ടി വരും. പിന്നെ മൂന്നാമതൊരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, പിന്നെ ഒന്ന് ബയോളജി, അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കും. കാരണം കമ്പ്യൂട്ടർ സയൻസ് പല ഡിപ്പാർട്ട്മെന്റിലും ഇതുപോലെ ഓപ്ഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ BCom ജനറൽ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ കോഴ്സുകളിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് അപ്ലൈഡ് ജിയോളജിയാണ്. ഒരു സെപ്പറേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആയിട്ട് നല്ല അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുകളിലൊന്നാണ് അപ്ലൈഡ് ജിയോളജി. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആണ് ഇതിനകത്ത് പേപ്പർ. ഇതിനകത്ത് നിങ്ങൾക്ക് ചോയ്സ് കിട്ടുന്നില്ല. നിങ്ങൾ 3 പേപ്പർ കമ്പൽസറി ആയിട്ട് എഴുതണം. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണ്. ആവറേജ് ആയിട്ടുള്ള പ്രൊഫസേഴ്സും അത്യാവശ്യം നല്ല ഗസ്റ്റ് ഫാക്കൽറ്റീസും എല്ലാം പ്രസന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്ലൈഡ് ജിയോളജി. പിന്നെ വരുന്ന ഒരു മെയിൻ സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ് ആണ്. ലൈഫ് സയൻസസ് എന്ന് പറയുന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 2 വർഷം മുന്നേ ആണെങ്കിലും അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു കോഴ്സാണ്. എസ്പെഷ്യലി നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ അത്ര ഏതെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒരു ബാക്കപ്പ് ആയിട്ട് എടുക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് ലൈഫ് സയൻസസ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷത്തെ ആപ്ലിക്കേഷൻസിൽ ഏകദേശം 600 മേലെയോ 700 മേലെയോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം നിങ്ങൾ ലൈഫ് സയൻസസിന് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 50 ഇൻടേക്ക് വരുന്നുണ്ട്. +2 50% മാർക്സ് എന്ന് പറയുന്നത് ബേസിക് ക്രൈറ്റീരിയ തന്നെയാണ് ലൈഫ് സയൻസസ് ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന 3 പേപ്പേഴ്സ് ആണ് കമ്പൽസറി ആയിട്ട് എഴുതേണ്ടത്. അതിലുള്ളത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ പേപ്പേഴ്സ് ആണ്. ഈ 3 പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന പേപ്പേഴ്സ് നിങ്ങൾക്ക് പല ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട് യൂസ് വരുന്നു നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ലൈക്ക് കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതിന് സെയിം എലിജിബിലിറ്റി ആണ്. അപ്പൊ ഈ പേപ്പേഴ്സ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നടത്താം. പിന്നെ ലൈഫ് സയൻസസ് നിലവിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് 7 ഡിപ്പാർട്ട്മെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ്. ലൈഫ് സയൻസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ച് ആണ്. അതായത് ക്ലാസ് റൂമുകളുടെ ഒരു ചാലഞ്ച് ഇന്ത്യയിൽ ഈ ഒരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ പല ഡിപ്പാർട്ട്മെന്റ്സിലും ഇല്ല. എന്നാൽ ലൈഫ് സയൻസസിന് അങ്ങനെ ഒരു ചാലഞ്ച് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അത് ഇതുവരെ അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അക്കാര്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും ലൈഫ് സയൻസിൽ യൂസ് ചെയ്യുന്നവരുടെ സീനിയേഴ്സിന്റെ ലാബാണ്. അത് ആവറേജ് ഫെസിലിറ്റി ആണ്. പിന്നെ അത്യാവശ്യം നല്ല പ്രൊഫസേഴ്സും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ലൈഫ് സയൻസസ്. പിന്നെ ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ സ്കൂൾ ഓഫ് ലൈഫ് സയൻസിനകത്തുള്ള തന്നെ കഴിഞ്ഞ വർഷം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതായത് UG ഹോണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് BSc ബയോ ഇൻഫോർമാറ്റിക്സ് പറയുന്ന ഒരു കോഴ്സ്. 30 ഇൻടേക്ക് ആണ് ഉള്ളത്. അതിൽ 50%
അതായത് നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരണം എന്നുള്ളത് ബയോ ഇൻഫർമാറ്റിക്സിൽ ഒരു കമ്പൽസറി കാര്യമാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ 50% മാർക്സ് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബയോ ഇൻഫർമാറ്റിക്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ആ സബ്ജക്റ്റിന്റെ നേച്ചറോട് കൊണ്ടുകൂടിയാണ് ഈ സയൻസസ് എന്നുള്ള ഒരു എലിജിബിലിറ്റി അവിടെ വരുന്നത്. ഇതിലും സെയിം എലിജിബിലിറ്റി ആണ് പേപ്പേഴ്സിന്റെ കാര്യത്തിൽ. അതായത് CUT UG ഡൊമൈൻ പേപ്പേഴ്സിൽ വരുന്ന സമയത്ത് ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് 3 പേപ്പേഴ്സ് തന്നെയാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് സയൻസ് ബ്ലോക്ക് ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സയൻസ് ബ്ലോക്കിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കോഴ്സസ് ഇതാണ്. പിന്നെ നമുക്ക് വരാനുള്ളത് സിൽവർ ജൂബിലി ക്യാമ്പസിൽ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിലെ വൺ ഓഫ് ദി മെയിൻ അട്രാക്റ്റീവ് പ്ലേസസ് ആയിട്ടുള്ള സിൽവർ ജൂബിലി ക്യാമ്പസിൽ വരുന്ന സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസും സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസും ഒക്കെയാണ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്കൂളിന്റെ ഒരു കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് 3 കോഴ്സസ് ആണ് ഉള്ളത്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി. 3 കോഴ്സസിനും 25 സീറ്റുകൾ വെച്ചിട്ടാണ് നമുക്കുള്ളത്. എല്ലാം BA ഹോണേഴ്സ് കോഴ്സുകളാണ്. ഈ 3 കോഴ്സുകളിലും 50% മാർക്സ്, ഇതിൽ 50% മാർക്സ് കമ്പൽസറി ആയിട്ട് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. മറ്റ് 2 കോഴ്സുകളിലും സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. 12th ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലേക്കും സോഷ്യോളജിയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 50% മാർക്സ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 3 ഡിപ്പാർട്ട്മെന്റ്സും അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റുകളാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ. ഇതിൽ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പോളിഗ്രാഡ് പോലും അവിടെ നിന്നുള്ള ഒരു അലുമിനിയാണ്. അതിൽ തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു നിലവിലെ പ്രൊഫസേഴ്സ് ആണെങ്കിലും ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആണെങ്കിലും അത്യാവശ്യം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു 1 മിനിറ്റ്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രൊഫസേഴ്സ് ആണെങ്കിലും ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആണെങ്കിലും അലുമിനി സർക്കിൾ ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ലൊരു ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഒന്നാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വെച്ച് എടുത്തു നോക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് വേണമെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പറയാം. പിന്നെ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. ഹിസ്റ്ററിയും സോഷ്യോളജിയിലേക്കും വരുന്ന സമയത്തും അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റുകളാണ്. ഡീസെന്റ് ആയിട്ടുള്ള ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററിക്കും പൊളിറ്റിക്കൽ സയൻസിനും പുതുതായിട്ട് പണിത ബിൽഡിങ്സ് ഉണ്ട്. അത് ഇതുവരെ UGക്ക് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരിക്കലും ക്ലാസ് റൂം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഹിസ്റ്ററിക്കോ പൊളിറ്റിക്സിനോ സോഷ്യോളജിക്കോ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ സ്മാർട്ട് റൂംസ് ഇതെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അവൈലബിൾ ആണ്. പിന്നെ ഈ ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പേപ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് ഓപ്ഷണലായിട്ട് തരുന്നുണ്ട്. ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് CUT UG ഡൊമൈൻ സബ്ജക്ട്സിൽ ഒന്നെങ്കിൽ ഹിസ്റ്ററി ചൂസ് ചെയ്യാം, ആന്ത്രോപോളജി ചൂസ് ചെയ്യാം, സോഷ്യോളജി ചൂസ് ചെയ്യാം, പൊളിറ്റിക്കൽ സയൻസ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നോളേജ് ഓഫ് ട്രഡീഷൻ പ്രാക്ടീസ് ഇൻ എന്ന് പറഞ്ഞൊരു പേപ്പർ കൂടി ഉണ്ട്. ഈ 5 പേപ്പേഴ്സിന്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഹിസ്റ്ററിക്ക് തന്നെ ഫോക്കസ് കൊടുക്കാനാണ്. ഹിസ്റ്ററിക്ക് ആയിരിക്കും അതിന്റെ സ്പോട്ട് അഡ്മിഷൻ ഒക്കെ വരുന്ന സമയത്ത് വെയിറ്റേജ് എന്തായാലും അവർ കൊടുക്കുക. അപ്പോൾ ഹിസ്റ്ററി, ആന്ത്രോപോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് നോളേജ് ഓഫ് ട്രഡീഷൻ പ്രാക്ടീസ് ഇൻ ഇന്ത്യ. നിങ്ങൾ ഈ എല്ലാ ഇതും നോട്ട് ചെയ്യണമെന്നില്ല. നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് ആക്ച്വലി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു PDF ആണ്. ഞാനത് ഷെയർ ചെയ്യാം. പിന്നെ BA പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 4 ഓപ്ഷനാണ് കിട്ടുന്നത് പേപ്പറുടെ കാര്യത്തിൽ. പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. ഇതിൽ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റും നിങ്ങൾക്ക് ഒരു 4 കോഴ്സുകളോളം ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട് മറ്റു കോഴ്സുകളിലും. അതുകൊണ്ട് തന്നെ അതും നല്ലൊരു പേപ്പറാണ് നിങ്ങൾക്ക്. അപ്പം ഇതിൽ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി അതുപോലെ തന്നെ GTയിലെ പൊളിറ്റിക്കൽ സയൻസിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം അവിടെയാണ് അതിന് വെയിറ്റേജ് കൂടുതൽ വരാൻ സാധ്യത ഈ സ്പോട്ട് അഡ്മിഷൻ കേസ്. അതുപോലെ തന്നെ സോഷ്യോളജിയിലാണെങ്കിലും നല്ല പ്രൊഫസേഴ്സും എസ്പെഷ്യലി മലയാളീസ് ആയിട്ടുള്ള ഗസ്റ്റ് ഫാക്കൽറ്റീസും പ്രസന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സോഷ്യോളജി. അതിൽ തന്നെ സോഷ്യോളജി, ഹിസ്റ്ററി ഓർ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് 3 പേപ്പറുകളാണ് അവർ ഓപ്ഷണൽ ആയിട്ട് തരുന്നത്. അതിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ സോഷ്യോളജി നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ മറ്റൊരു സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ക്ലാസ് റൂം ഫെസിലിറ്റീസിൽ പിന്നെയും ഒരു ലാക്കിംഗ് എന്ന് പറയാൻ പറ്റുന്നത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്റെ ഡിപ്പാർട്ട്മെന്റ്. അതിൽ തന്നെ ഇപ്പോൾ പുതുതായിട്ട് ക്ലാസ് റൂംസ് അലോക്കേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വാക്കം ഫിൽ ആയിട്ടുണ്ട്. അപ്പം BA ഫിലോസഫിയിൽ നിലവിൽ ഉള്ള ഒരു വാക്കൻസി എന്ന് പറയുന്നത് 30 സീറ്റുകളാണ്. അതിൽ നിങ്ങൾക്ക് 50% മാർക്സ് കമ്പൽസറിയാണ് +2. അതുപോലെ തന്നെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഫിലോസഫിക്ക് വേണ്ടി എഴുതുന്നത്. ഒരു പേപ്പർ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, വേറൊരു പേപ്പർ ഇല്ല.
അപ്പം ഫിലോസഫിയുടെ പറ്റി പറയുകയാണെങ്കിൽ മലയാളീസ് ആയിട്ടുള്ള ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ പ്രസൻസ് നിലവിലുണ്ട്. ഈ വർഷം കഴിഞ്ഞാൽ അവർ പോവും, പക്ഷെ അടുത്ത വർഷം മലയാളീസിനെ റിക്രൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിലോസഫി. പിന്നെ റെഗുലർ ആയിട്ട് ലെക്ചേഴ്സ് ഒക്കെ നടക്കാറുണ്ട്, ഔട്ട്സൈഡ് ലെക്ചേഴ്സ്, ഇൻവൈറ്റഡ് ലെക്ചേഴ്സ് എല്ലാം നടക്കാറുണ്ട്. പക്ഷേ എന്നാലും സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. റെഗുലർ ഫാക്കൽറ്റീസ് അഥവാ പ്രൊഫസേഴ്സിന്റെ ഒരു ലാക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നല്ല രീതിക്കുണ്ട്. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നം ഫിലോസഫിക്ക് ഉണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു പ്രശ്നമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BA ഓണേഴ്സ് ഇംഗ്ലീഷ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, അതുകൊണ്ട് തന്നെ അടുത്ത ആൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഉള്ളത് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ്. ഫ്രഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി ഡൊമിനേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് തന്നെയാണ്, പോണ്ടിച്ചേരി സ്റ്റുഡൻസ്. കാരണം ഇവിടെ ഫ്രഞ്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ മലയാളീസ് ആരും കോഴ്സ് ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇപ്പം നിലവിലെ ജൂനിയേഴ്സിൽ ഏകദേശം 3 മലയാളീസ് ആണ് വന്നത്. അപ്പം അവരുടെ ഒരു ഇതിൽ നിന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി നമ്മളെ മോണിറ്ററിങ് കൂടിയ ഒരു ഡിപ്പാർട്ട്മെന്റ് അഥവാ സ്റ്റുഡൻസിന്റെ അക്കാഡമിക് ഫ്രീഡത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഒരു ഇന്റലക്ച്വൽ ഫ്രീഡത്തിലാണെങ്കിലും കുറച്ച് ലിമിറ്റേഷൻസ് പോസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രഞ്ച് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് അവിടുത്തെ സ്റ്റുഡൻസിന്റെയും HODയുടെയും പല കാര്യത്തിലും ഡിസിഷൻസിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഫ്രഞ്ചിനുണ്ടെന്ന് ഞാൻ പറയും. പിന്നെ അതിന്റെയും പേപ്പർ സെയിം ആണ്, ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അതില് പക്ഷേ എലിജിബിലിറ്റി സെപ്പറേറ്റ് വേറെ ഉണ്ട്. 10ലും +2ലും ഫ്രഞ്ച് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത സ്റ്റുഡൻസിന് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാളീസിന്റെ കാര്യത്തിൽ വരുമ്പോൾ മാഹി എന്നുള്ള സ്റ്റുഡൻസ് ആണ് ഇത് അധികം ചൂസ് ചെയ്യാറ്. കാരണം അവർ ഫ്രഞ്ച് അവരുടെ 10 അഥവാ +2 കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ട് തന്നെ അവരത് ചൂസ് ചെയ്യാറുണ്ട്. പിന്നെന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഫ്രഞ്ച് സ്റ്റുഡൻസ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്റർനാഷണൽ ക്യാമ്പസിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അഡ്മിഷന്റെ കാര്യത്തിൽ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റും അത്യാവശ്യം അക്കാഡമിക്കലി നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റുമാണ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും ലാബും എല്ലാം ഓക്കെ ആണ്. ഫാക്കൽറ്റീസിന്റെ കാര്യത്തിൽ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് സ്റ്റുഡൻസിന്റെ ഒരു പൊതുവെയുള്ള റിവ്യൂവിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഗസ്റ്റ് ഫാക്കൽറ്റീസും എല്ലാം കുഴപ്പമില്ലാത്ത ക്ലാസ്സുകളുമായിട്ട് നല്ല അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്തു നിന്നുള്ളത്. അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നതിൽ മാസ് മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൽ മാസ് മീഡിയ എഴുതാനായിരിക്കും നിങ്ങൾക്ക് നല്ല വെയിറ്റേജ് അതുപോലെ തന്നെ പ്രിഫറൻസ് കൂടുതൽ കിട്ടുക. പിന്നെയുള്ള ഒരു കോഴ്സാണ് BBA പെയിന്റിംഗ് കോഴ്സ്. സ്റ്റുഡൻസിനെ തയ്ക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുന്ന ഒരു കോഴ്സാണ് BBA പെയിന്റിങ്. അതിൽ ഫെസിലിറ്റീസിന്റെ കാര്യത്തിലും ലിമിറ്റേഷൻസ് ഉണ്ട്. BBA പെയിന്റിങ്ങിന് ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ 50% മാർക്സ് ആണ് അതിന്റെ എലിജിബിലിറ്റി. ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ പേപ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷെ പെയിന്റിങ് അത്ര റെക്കമെൻഡബിൾ അല്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം സ്റ്റുഡൻസിന്റെ ഒരു കുറവും ഫെസിലിറ്റീസിന്റെ കുറവും അവർ നല്ലോണം നേരിടുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പെയിന്റിംഗ് എന്നായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇത് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. കാരണം ഒരുപാട് പേര് BTech പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ BTech ചൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അപ്പം BTechന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് BTech കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ BTech കോഴ്സുകളുടെ കാര്യത്തിൽ പൊതുവെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ അപ്പൊ കേൾക്കുന്ന വിശ്വസിക്കുന്നു. അപ്പൊ BTech കോഴ്സുകളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ പൊതുവെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഈ UG കോഴ്സുകൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ആയതുകൊണ്ട് തന്നെ ലാബിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫാക്കൽറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ഇനി ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് എടുക്കുന്ന കാര്യത്തിൽ പോലും ചില ഡിപ്പാർട്ട്മെന്റ്സിന് ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ കൂടുതലായിരുന്നു. ഇപ്പം പിന്നെയും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടെന്ന് പറയാം. അപ്പം അതിൻ്റെതായ ഒരു പ്ലേസ്മെന്റ് ലിമിറ്റേഷൻസും എല്ലാ കാര്യങ്ങളും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ. അപ്പം ഈ ഒരു BTech പ്രോഗ്രാംസിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. അതിൽ BSc പ്രോഗ്രാമും ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ BSc പ്രോഗ്രാം പുതുച്ചേരി ക്യാമ്പസിലും അതുപോലെ തന്നെ കരൈക്കൽ ക്യാമ്പസിലും ഗോയിങ് ഓൺ ആണ്.
അതിൽ പുതുശ്ശേരി ക്യാമ്പസിൽ വരുന്നത് 40 സീറ്റുകളാണ്. പാസിംഗ് +2 വിത്ത് മിനിമം 50% മാർക്സ് തന്നെയാണ് ഇവിടെയും എലിജിബിലിറ്റി വരുന്നത്. പക്ഷേ പേപ്പറുകളുടെ കാര്യത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ബയോളജി, ബിസിനസ് സ്റ്റഡീസ് ഇത്രയും പേപ്പർ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് തരുന്നുണ്ട്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവുക സ്പോട്ട് അഡ്മിഷൻ ടൈമിൽ. ഇതിൽ നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് അത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഈ കമ്പ്യൂട്ടർ സയൻസിന് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ടായി കഴിഞ്ഞാലും ഈ കമ്പ്യൂട്ടർ സയൻസ് ആണ് പേപ്പർ നിങ്ങൾ എഴുതിയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ BSc കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫാക്കൽറ്റീസ് ആണെന്നാണ് സ്റ്റുഡൻസിന്റെ റിവ്യൂ പ്രകാരം. നല്ല ഫാക്കൽറ്റീസ് ആണ്, കുഴപ്പമില്ലാത്ത പ്രൊഫസേഴ്സ് ആണ്. പിന്നെ അതിനൊപ്പം ലാബ് ഫെസിലിറ്റിയും ഡീസന്റ് ഫെസിലിറ്റിയാണ്. പുതിയ ബിൽഡിംഗ് ഉണ്ട് അവർക്ക്. അങ്ങനെ സീനിയേഴ്സും പിന്നെ അത്യാവശ്യം ഒരു ഇന്റേൺഷിപ്പ് ആക്സസിബിലിറ്റി ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് കമ്പ്യൂട്ടർ സയൻസ്. അവരിവിടെ ചെന്നൈയിൽ ഉള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മളൊരു വെറും 3 മണിക്കൂറിന്റെ ഡിസ്റ്റൻസിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടും ഇവിടുത്തെ സ്റ്റുഡൻസ് പോയി ഇന്റേൺഷിപ്സ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഞാൻ അങ്ങനെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് അങ്ങനെ ഒരു ആക്സസിബിലിറ്റി ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഓൺ ഡ്യൂട്ടി ലീവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെയാണ് കമ്പ്യൂട്ടർ സയൻസ്. മാത്രമല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയ പ്രൊജക്ട്സിലും ചെറിയ പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ചിലർക്ക് കിട്ടാറുണ്ട്. അങ്ങനെ BSc കമ്പ്യൂട്ടർ സയൻസിനോട് ഒപ്പം തന്നെ BTech കമ്പ്യൂട്ടർ സയൻസ് കൂടി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BTech കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് BScയുടെ അത്ര കോമ്പിറ്റന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവരുടെ ഒരു ഡൊമൈൻ സബ്ജക്ട്സിലേക്ക് വരുന്ന സമയത്ത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ 4 ഓപ്ഷനാണ് അവർ തരുന്നത്. അതിൽ കെമിസ്ട്രിയുടെ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ഓപ്ഷനിലാണ്. ഇത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നുള്ളത് കമ്പൽസറി ആണ്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് BScയിൽ വരികയാണെങ്കിലും ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൽസറി ആണ്. മറ്റ് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ വരുന്നത്. ഇത് ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൽസറിയും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കെമിസ്ട്രി ഓർ ബയോളജി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ BTechലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് മാത്തമാറ്റിക്സും ഫിസിക്സും സിമിലർലി കമ്പൽസറി ആണ്. പിന്നെ കെമിസ്ട്രി ഓർ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു മെയിൻ ഇതിനകത്ത് നമ്മുടെ +2 എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് 45% മാർക്സ് ആണ് വരുന്നത്. പക്ഷെ അത് അഗ്രിഗേറ്റിലായിരിക്കും. അതായത് മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഓർ ആൻഡ് കെമിസ്ട്രി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേറ്റിക്സ് പ്രാക്ടീസസ് ഇത്രയും സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഈ ഒരു ഫിസിക്സും മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 45% മാർക്സ് എന്നുള്ളതാണ്. റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 40% മാർക്സ് ആണ് അതിന്റെ എലിജിബിലിറ്റി വരുന്നത്. അപ്പം ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അങ്ങനെ ഒരു എക്സ്ട്രാ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടി വരുന്നുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ 45% മാർക്ക് അഗ്രിഗേറ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ചെയ്യണം. പിന്നെ വരുന്ന ഒരു BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അവർക്കും 60 സീറ്റാണ് വരുന്നത്. അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതും പുതിയ UG കോഴ്സ് ആണ്. അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഓർ ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്. മാത്തമാറ്റിക്സും ഫിസിക്സും കമ്പൽസറി ആണ്. അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ കയറാൻ പറ്റും. ഇതിലും BTech കമ്പ്യൂട്ടർ സയൻസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. +2 കേസിൽ വരുമ്പോൾ 45% മാർക്സ് അത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സബ്ജക്ട്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വരേണ്ടത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും ഫാക്കൽറ്റീസ് ആവറേജ് ഫാക്കൽറ്റീസ് ആണ്. ലാബ് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രോണിക്സ്. പിന്നെ ഉള്ളത് BTech എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയുണ്ട്. ഈ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 30 സീറ്റുകളാണ് വരുന്നത്. പുതുതായിട്ട് കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഇതിലും സിമിലർ +2 ക്രൈറ്റീരിയ ഉണ്ട്. 45% മാർക്സ് അത് മാത്തമാറ്റിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകളും പിന്നെ ഫിസിക്സ് ഓർ ബയോടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ ബയോളജി ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടി ഈ മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് അതിന്റെ 45% അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വരേണ്ടത്. പിന്നെ ഇതിന്റെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും കെമിസ്ട്രി നിങ്ങൾക്ക് കമ്പൽസറി ആണ് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട്.
അതിന്റെ കൂടെ ഫിസിക്സ് ഓർ ബയോളജി ഓർ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇതിൽ ഏതെങ്കിലും മൂന്ന് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് മദൻജിത്ത് സ്കൂൾ ഓഫ് ഗ്രീൻ എനർജി ടെക്നോളജിയാണ്. അവർ 2 കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. ബിടെക് ഇൻ എനർജി സയൻസ് ആൻഡ് ടെക്നോളജിയും മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി. രണ്ടിനും 60 വാക്കൻസികളുണ്ട്. രണ്ടിന്റെയും +2 എലിജിബിലിറ്റി ക്രൈറ്റീരിയം അതുപോലെ തന്നെ പേപ്പറുകളുടെ കാര്യം സെയിം ആണ്. പാസിംഗ് +2 ഇൻ വിത്ത് 50%. അതുപോലെ തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പേപ്പറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ മാർക്കിന്റെ കാര്യം അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല, പക്ഷെ അത് നിങ്ങളുടെ കോഴ്സിൽ ഭാഗമായിരിക്കണം. പിന്നെ ഡൊമൈൻ സബ്ജക്ട്സിന്റെ ഓഫർ വരുന്നത് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് കമ്പൽസറി ആണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, ബയോളജി, എൻവയോൺമെന്റ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ കൂടി നിങ്ങൾ എഴുതിക്കണം. അപ്പൊ മൊത്തം 3 പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിടെക് എനർജി സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസിലേക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വരുന്നൊരു വേറൊരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എക്സ്ക്ലൂസീവ് കോഴ്സസിൽ 2 അതിൽ മെയിനായിട്ട് ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ് ആണുള്ളത്. മറ്റൊന്ന് ബിടെക് MBA ആണ്. ബിടെക് MBA എന്ന് പറയുന്ന കോഴ്സ് ഡിഗ്രിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഡിഗ്രി വാല്യൂ വെച്ച് നോക്കുമ്പോൾ MBA ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി വാല്യൂ അഥവാ സർട്ടിഫിക്കറ്റ് വാല്യൂ നല്ലോണം ഉള്ള ഒരു കോഴ്സാണ്. പക്ഷെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സ് ആയതും അവിടുത്തെ പ്രൊഫസേഴ്സ് അത്ര ആക്റ്റീവായിട്ട് ക്ലാസ് എടുക്കുന്നില്ല എന്നുള്ള സ്റ്റുഡൻസിന്റെ ഒരു പൊതുവേ ഉള്ളൊരു റിവ്യൂ അങ്ങനെയാണ്. അതുപോലെ തന്നെ അവർക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യാറില്ല. അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബിടെക് MBA. അത് ഓരോ വർഷം തോറും ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിലും അതിനും ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് വേണം പറയാൻ. അതിന്റെ ഒരു ബേസിക് റിവ്യൂ എന്ന് പറയുന്നത് 60 സീറ്റ്സ് ആണ്. പിന്നെ 10th ഓർ +2 50% മാർക്സ് വേണം. അതിൽ തന്നെ മാത്തമാറ്റിക്സ് ഓർ ബിസിനസ് സ്റ്റഡീസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. മാത്തമാറ്റിക്സ് ഓർ ബിസിനസ് സ്റ്റഡീസ്, മാത്തമാറ്റിക്സ് ആയാലും മതി. അതിൽ തന്നെ ഈ ഒരു ഡൊമൈൻ സബ്ജക്ട്സിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ ഈ ഒരു ലിമിറ്റേഷൻസ് കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ബിടെക് MBA മറ്റൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് അത് ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. പിന്നെ വരുന്നത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MA സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ വൺ ഓഫ് ദ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ആണ്. ഇവിടെ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു ഇന്റർനാഷണൽ MOU കോഴ്സ് എന്ന് വേണം പറയാം. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ വരുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിന്റെ ഒരു അഡ്മിഷൻ കാറ്റഗറിയിൽ നിന്ന് വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇതിന്റെ പേപ്പർ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ +2 അഥവാ അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി, അത് പ്രത്യേകിച്ച് ഫ്രഞ്ച് സ്റ്റുഡൻസിന് കൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫ്രഞ്ച് ബാക്കലറേറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ 20 സ്റ്റുഡൻസിന്റെ ആണ് വാക്കൻസി ഉള്ളത്. ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ലൈക്ക് ആസ്പയറിംഗ് കോഴ്സ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോഴ്സ് ആയിരുന്നു. നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് കോഴ്സ് ആയിരുന്നു ഇത്. പക്ഷെ സ്കോളർഷിപ്പ് റിലേറ്റഡ് ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ലിമിറ്റേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ്. പിന്നെ മറ്റു കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും മേജർ സബ്ജക്ട്സും ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമിസ്റ്റർ മുതൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ കുറച്ച് ഹെക്ടിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് എന്ന് പറയാം. സിയിൽ പഠിച്ചിട്ട് പോയ സ്റ്റുഡൻസ് എല്ലാം അത്യാവശ്യം നല്ല സ്ഥലങ്ങളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് സ്റ്റുഡൻസിന്റെ ഒരു റിവ്യൂ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം നിങ്ങൾ പോണ്ടിച്ചേരിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3ാമത്തെ വർഷം ഫ്രാൻസിൽ പോയി പഠിക്കാൻ, അതായത് പാരീസിൽ തന്നെ പോയി പഠിക്കാൻ, പാരീസിന്റെ സെന്ററിൽ തന്നെ പോയി പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ കോഴ്സിൽ ഒന്നാണ് സിയില്. പക്ഷെ കഴിഞ്ഞ വർഷം ഇതിന്റെ അഡ്മിഷൻ 2 ലെവൽ വരെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞ ലിമിറ്റേഷൻസ് ആണ്. പക്ഷെ ഫ്രഞ്ച് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു കോഴ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഞ്ചിൽ A1 ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ നിങ്ങൾ ഏസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രാൻസിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത്. നിങ്ങൾക്ക് പോണ്ടിച്ചേരി തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 3ാമത്തെ വർഷം നിങ്ങൾക്ക് ഫ്രാൻസിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനികളിൽ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കം ബാക്ക് ചെയ്ത് 2 വർഷം ഇന്ത്യയിൽ തന്നെ പഠിച്ച് നിങ്ങൾക്ക് ഇതിൽ MA നേടാം. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് PA നേടാം എന്നുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ്, സോറി ഫോർ ദ ഡിലേ. അപ്പം ഈ MA
സീൽ എന്ന് പറയുന്ന കോഴ്സ് അത്യാവശ്യം നല്ലൊരു അലുമിനി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു കോഴ്സാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ലോ വരുന്നുണ്ട്, സോഷ്യോളജി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ഇതിന് ഉള്ളിൽ വരുന്നുണ്ട്. ഇതിലാണ് നിങ്ങളുടെ മേജർ സബ്ജക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് വരിക. അപ്പം സീൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഴ്സാണ്. പ്രൊവൈഡ് ദാറ്റ് യു വിൽ ട്രൈ ഫോർ ദ സ്കോളർഷിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് ബേർഡൻ ആവാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് കൂടിയാണ് സീൽ. അപ്പൊ ഇതൊക്കെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മെയിൻ കോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഫീ ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ച് ഫീ ടേബിൾ വാരി ചെയ്യുന്നുണ്ട്. അതിൽ ലാംഗ്വേജ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസസ്, അതുപോലെ തന്നെ മീഡിയ കോഴ്സസ്, നാല് സെമസ്റ്ററുകളിൽ, അത് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള 4 സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് 3000 റുപ്പീസ് ആണ് ഫീസ് വരിക. അതുപോലെ തന്നെ വേറൊരു 3 സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ആയിട്ട്, അതായത് ഇത് ഓരോ സെമസ്റ്ററിനനുസരിച്ച് ഫീസ് മാറുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. കമ്പയർ ടു അതർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഫീസ് അത്യാവശ്യം കൂടുതലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പിന്നെന്ന് പറഞ്ഞാൽ ഈ 3 സെമസ്റ്റർ, പിന്നെയുള്ള 3 സെമസ്റ്ററിൽ 15,000 to 20,000 ആ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് വരുന്ന ഫീസ്. അപ്പം ഫീസ് സ്ട്രക്ചർ നിങ്ങളുടെ എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. കമ്പയർ ടു അതർ യൂണിവേഴ്സിറ്റീസ് എപ്പോഴും കൂടുതലായിട്ടുള്ള ഒരു ഫീസാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സയൻസ് കോഴ്സിനും ഏകദേശം സെയിം ആണ്. അതിലൊരു 2,000 റുപ്പീസിന്റെ അഡീഷൻ ആണ് സയൻസ് കോഴ്സിൽ വരുന്നത്, ലാബ് ഫെസിലിറ്റീസിന്റെ പ്രസൻസ് കാരണം. അപ്പം പിന്നെ വരുന്നത് പ്രൊഫഷണൽ കോഴ്സിനും ബിടെക് കോഴ്സിനും അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഫീസ് ഉണ്ട്. 60,000 പ്ലസ് ഫീസ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് 4 സെമസ്റ്ററുകളിൽ 10,000ഉം വേറൊരു 3 സെമസ്റ്ററുകളിൽ 50,000 to 55,000 ഫീസ് വരുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുടെ ഫീസിലും വ്യത്യാസമുണ്ട്. അതിൽ 65,000, ഓൾമോസ്റ്റ് ബിടെക്കുമായിട്ട് സിമിലർ ആണ്. 65,000 ആണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. അതുപോലെ തന്നെ ബാക്കി 5 സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് 10,000ഉം മറ്റ് 4 സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് 52,000ഉം ഫീസായിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഫീസിന്റെ ഒരു ഇൻഫർമേഷൻ. സീലിന്റെ ഫീസ് എന്ന് വരുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ 21,000ഉം മറ്റ് 5 സെമസ്റ്ററുകളിൽ 3,200ഉം 4 സെമസ്റ്ററുകളിൽ 11,200ഉം ആണ്. അപ്പം ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് ബേസിക്കലി പൊതുവേ ഉള്ളൊരു യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹോസ്റ്റൽ ഫെസിലിറ്റി, അക്കോമഡേഷൻ, ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷൻ ആണല്ലോ നമ്മൾ യൂണിവേഴ്സിറ്റി എടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നാണ് ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷൻ. അപ്പൊ അക്കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആംപിൾ ആൻഡ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും. അതിൽ ഗേൾസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലർ ഡോമിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ബോയ്സിന്റെ കാര്യത്തിൽ അത്യാവശ്യം ഫില്ലാണ്. എല്ലാ കോഴ്സുകളിലും സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്ര ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്കുണ്ട്. അതിൽ തന്നെ പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ഒരു ഇതിൽ ഡേ സ്കോളേഴ്സിന്റെ എണ്ണം കുറവും മറ്റ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുതലും ആണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ലിമിറ്റേഷൻസ് വരും. പക്ഷേ ഇതുവരെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ സ്റ്റുഡൻസിനും ഹോസ്റ്റൽ കിട്ടാറുണ്ട്. അതിൽ തന്നെ കിട്ടുന്ന ഹോസ്റ്റൽസ് ഡീസെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് അങ്ങനെ ഹൈ ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല, ലോ ക്ലാസ് ഒന്നും പറയാൻ പറ്റില്ല. ഡീസെന്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ്. അതുപോലെ തന്നെ ഡെയിലി ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം മാത്രമല്ല എല്ലാ വർഷവും നിങ്ങൾക്ക് ഹോസ്റ്റൽ മാറാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ഹോസ്റ്റൽ കിട്ടി കഴിഞ്ഞാൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഹോസ്റ്റൽ റെസിഡൻസ് ഫീസ് വളരെ കുറവാണ് കമ്പയർ ടു അതർ പ്ലേസസ്. ലൈക്ക് 3,000 റുപ്പീസ് ആണ്. 1,100 ആണ് ഫീസ്. പിന്നെ മറ്റ് ചാർജസ് എല്ലാം കൂട്ടി 3,000 റുപ്പീസിന് അടുത്താണ് നിങ്ങൾ പ്രാക്ടിക്കലി അടയ്ക്കേണ്ടി വരിക ഒരു വർഷത്തേക്ക്. അപ്പം അത് ഒരു വലിയ ഈ ഒരു കമ്പയർ ടു ദ ഹോസ്റ്റൽ വി ഗെറ്റ് നല്ലൊരു ഫീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അധികം കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വരുന്നത് മെസ് ഫെസിലിറ്റി ആണ്. മെസ് ഫെസിലിറ്റി ആണ് ഇവിടുത്തെ സ്റ്റുഡൻസ് പൊതുവെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു സെക്ടറാണ് മെസ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്ത ഫുഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അഡ്ജസ്റ്റ് ചെയ്യാം. അത്ര ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മെസ് ഫെസിലിറ്റി ആണ്. ക്ലീൻലിനെസിന്റെ കാര്യത്തിൽ വൺസ് ഇടയ്ക്കൊരു പ്രശ്നം വരാറുണ്ടെങ്കിലും മറ്റ് ഫുഡിന്റെ ക്വാളിറ്റി ആണ് പ്രശ്നം കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പൊ സ്റ്റുഡൻസിന് ചില സ്റ്റുഡൻസിന് അത് അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം സ്റ്റുഡൻസും അത് വലിയൊരു പ്രശ്നമായിട്ട് കാണാറില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ മലയാളി കൂടുതൽ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉള്ളതുകൊണ്ടും ആക്സസിബിൾ അത്യാവശ്യം ചീപ്പായിട്ടും ഫുഡ് ലഭിക്കുന്നതുകൊണ്ടും വലിയ പുറത്തു പോയി കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വാക്വം നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റും മെസ്സിന്റെ കാര്യത്തിൽ.
പക്ഷെ പൊതുവെ ഈ മെസ്സ് അത്ര ഒരു ഹൈ ക്ലാസ് അല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ ഏകദേശം ഫീസ് വരിക 6 മാസത്തേക്കാണ് മെസ് ഫെസിലിറ്റി, അല്ലെങ്കിൽ 5 മാസത്തേക്കാണ് മെസ് ഫെസിലിറ്റി എന്നുണ്ടെങ്കിൽ ഏകദേശം 10,000 to 12,000 റേഞ്ചിലാണ് നിങ്ങൾക്ക് ഫീസ് വരിക, മെസ്സിന്റെ കാര്യത്തിൽ ഫീസ് വരിക. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മറ്റ് ഫെസിലിറ്റീസ്, ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ജിം ഫെസിലിറ്റി വളരെ മോശമാണ്. ഒരിക്കലും ഒരു ബിഗിനർക്കോ എക്സ്പീരിയൻസ്ഡ് ആയവർക്കോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ജിമ്മാണ്. അത്യാവശ്യം ഷോർട്ട് കമ്മിങ് ഉണ്ട് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ, ജിമ്മിന്റെ കാര്യത്തിൽ. പിന്നെ വരുന്ന പക്ഷെ മെമ്പർഷിപ്പ് ഫീസ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിമ്മാണ്. ലൈക്ക് 50 rupees പെർ മന്ത് ആണ് ഇവിടുത്തെ മെമ്പർഷിപ്പ് ഫീസ്. പിന്നെ പുറത്ത് അതിനെക്കാട്ടി നല്ല ജിമ്മ് ചീപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഉള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ബസ്സസ് ഉണ്ടെങ്കിലും അതും ലിമിറ്റഡ് ആണ്. ഈ യൂണിവേഴ്സിറ്റി ഒരു പോപ്പുലേഷനെ വെച്ച് നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ബസ് ഫെസിലിറ്റീസ് അത്യാവശ്യം നല്ല ലിമിറ്റഡ് ആണ്. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ബ്യൂട്ടിയാണ്. ഏകദേശം 800 മുതൽ 1000 ഏക്കർ വരെ വലിപ്പമുള്ള ഒരു ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഏകദേശം പാർക്കും അതുപോലെ തന്നെ ലഷ് ഗ്രീൻ സ്പേസും ഒക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ സ്ട്രെസ് റിലീഫിനും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ്. അത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയൊരു ക്യാമ്പസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് ഇനാഗ്രേറ്റ് ചെയ്ത പുതിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററും അതുപോലെ തന്നെ ഒരു കൺവെൻഷൻ കൾച്ചറൽ സെന്ററും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ആംബിൾ ആയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് ഒബ്വിയസ്ലി പിസിയ, സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലത്തെ ഡെലിവറി ആപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ എല്ലാം യൂണിവേഴ്സിറ്റി വേർഷൻസ് നമുക്ക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഹെൽത്ത് സെന്റർ ഫെസിലിറ്റി ഉണ്ട്. ബിലോ പാർക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആംബുലൻസ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമല്ല. ബാക്കി കേസസിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ പോയി വരാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ്, ഒരു ആക്സിബിലിറ്റി ഹെൽത്ത് സെന്റർ അല്ല. പിന്നെ നമുക്ക് ക്യാൻറ്റീനുകൾ വരുന്നുണ്ട്. ഏകദേശം 4 ക്യാൻറ്റീനുകൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അതിൽ തന്നെ ചില ക്യാൻറ്റീനുകൾ വളരെ നല്ല ക്യാൻറ്റീനുകളാണ്, ചീപ്പായിട്ടുള്ള ക്യാൻറ്റീനുകളാണ്. ചിലതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ഫെസിലിറ്റിയാണ് നമ്മുടെ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഫെസിലിറ്റി. ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഫെസിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലൈബ്രറി നല്ല എക്യുപ്ഡ് ലൈബ്രറിയാണ്. അതുപോലെ തന്നെ ഏകദേശം 8 മണി വരെ, രാത്രി 8 മണി വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ് നമുക്കുള്ളത്. അതിൽ തന്നെ 24/7 റീഡിംഗ് റൂം ഫെസിലിറ്റിയും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു റീഡിംഗ് റൂമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. സ്റ്റുഡൻസിന് ഏത് സമയവും രാത്രിയും നിങ്ങൾക്ക് അവിടെ പോയിരുന്ന് വേണമെങ്കിൽ ഫുൾ നൈറ്റ് പോലും പഠിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് റീഡിംഗ് റൂം ഫെസിലിറ്റി. അത് കഴിഞ്ഞ വർഷം മുതലാണ് 24/7 ആയിട്ട് ഓപ്പൺ ആയത്. അപ്പം ഇങ്ങനത്തെ ഫെസിലിറ്റീസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് കോഴ്സസിന് മറ്റ് ആ കോഴ്സസിന് വേറെ സെപ്പറേറ്റ് ലൈബ്രറി എഡീഷണൽ ആയിട്ടുണ്ട്. ഈ പൊതുവെയുള്ള ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ലൈബ്രറി ഉണ്ട് അവരുടെ ക്യാമ്പസിൽ. അപ്പം അതൊക്കെയാണ് ലൈബ്രറി ആൻഡ് ഫെസിലിറ്റീസ്. അപ്പം നമുക്ക് വേണ്ട ബുക്സ്, ഒരുവിധപ്പെട്ട ബുക്സ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ജേർണൽസ്, റിസോഴ്സസ് എല്ലാം ഉണ്ട്. ചില ബുക്സ് അപ്പോഴും ലാക്കിംഗ് ആണ്, പക്ഷെ അത് അത്യാവശ്യം ഫില്ല് ആവുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ള ഒരു കാര്യം ഇവിടുത്തെ സ്പോർട്സ് ഫെസിലിറ്റീസ് ആണ്. സ്പോർട്സ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് സ്റ്റേഡിയംസ് ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു ട്രാക്ക് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ബാഡ്മിന്റൺ കോർട്ടും, ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഔട്ട്ഡോറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ കോർട്സ്, വോളിബോൾ കോർട്സ്, മൾട്ടി ഗെയിം പ്ലേ ഫീൽഡ്സ്, അങ്ങനെ സ്പോർട്സ് ഫെസിലിറ്റി ഒരു എബോവ് ആവറേജ് ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ UG കോഴ്സ് ഇല്ല, പക്ഷെ പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാട്ടോ, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. വിത്തൗട്ട് CUT UG ഒരിക്കലും പോസിബിൾ അല്ല നിലവിൽ. അത് ലാസ്റ്റ് ഇയറിന് മുന്നേ ഒക്കെ ചില ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വിത്തൗട്ട് CUT നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല.
അതിൽ തന്നെ പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിന്റെ അവസാന സ്റ്റേജിൽ ഏറ്റവും അവസാന സ്റ്റേജിൽ സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം യൂണിവേഴ്സിറ്റി ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിന് ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിന്, അതും 2 3 ഡിപ്പാർട്ട്മെന്റ്സിനെ ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ അത് കിട്ടിക്കോളണമെന്നില്ല. അപ്പം ചിലപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്, അതും ഷുവർ അല്ല. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് തമിഴ്, ഫിലോസഫി, അതുപോലെ തന്നെ ഫിലോസഫിക്ക് ഇല്ല, തമിഴ്, അതുപോലെ തന്നെ പെയിന്റിങ്, അങ്ങനത്തെ ചില ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അക്കാര്യത്തിൽ നിങ്ങൾ അതിനെ കാത്തു നിൽക്കരുത്. CUT മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ. Any other doubts? ഡെവലപ്മെന്റിനെ കുറിച്ച് എന്താണ് സാർ, കേട്ടില്ല. LLB കോഴ്സ് ഉണ്ടോ അവിടെ ഇപ്പൊ നിലവിൽ? ബാച്ചിലേഴ്സ് കോഴ്സ് ഇല്ല സാർ, മാസ്റ്റേഴ്സ് കോഴ്സ് ആണ് നിലവിലെ ഇൻഫർമേഷൻ ബ്രൗസറിൽ LLB മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ മിസ്സായ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി നല്ല ആന്റി റാഗിങ് യൂണിവേഴ്സിറ്റിയാണ്. അതായത് മറ്റ് ക്യാമ്പസുകളെ പോലെ വെറുതെ പേരിൽ മാത്രമല്ല ആന്റി റാഗിങ്. 99% നിങ്ങൾക്ക് റാഗിങ് ഫേസ് ചെയ്യേണ്ടി വരില്ല. ബാക്കി വരുന്ന 1%ഉം നിങ്ങൾക്ക് വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള റാഗിങ്ങോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ബോയ്സിന് 0% ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റാഗിങ് എന്ന് പറയാൻ പറ്റുക. അതിൽ തന്നെ 1 or 2 ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, അതും സീരിയസ് അല്ല. അതുപോലെ തന്നെ ഗേൾസിന്റെ കാര്യത്തിൽ ഒരു ഫൺ ഇവന്റ് ഉണ്ടായി എന്നല്ലാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പം ആന്റി റാഗിങ് ക്യാമ്പസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി സേഫ് ആണ് ഇവിടെ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും A to Z ആദിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ടൈം എടുത്ത് ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് ഓരോ കോഴ്സിനെ കുറിച്ചും അതിന്റെ ഡൊമൈൻ സബ്ജക്റ്റിനെ കുറിച്ചും ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പറേഷന്റെ സമയത്ത് തന്നെ വളരെ സീരിയസ് ആയിട്ട് പഠിച്ച ഒരു കുട്ടി കൂടിയാണ്. ഈ സംസാരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഒരിക്കൽ കൂടി പോളിഗ്രേഡിന്റെ എല്ലാ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഹന്ന ഷെറീൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കറൈക്കൽ ക്യാമ്പസിലെ വിശേഷങ്ങളുമായിട്ട്. ഹന്ന ഷെറീൻ പ്ലീസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് ഓഡിബിൾ. ഓക്കെ. Hello guys, my name is Hanna Sherin from മലപ്പുറം. ഓക്കെ, ഞാന് ഫസ്റ്റ് +1 പഠിക്കുമ്പോഴാണ് ശരിക്കും ഇങ്ങനെ CUT എന്നൊക്കെയുള്ളൊരു ഇത് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോ എന്താ അധികമൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ എക്സാം ഉണ്ട് എന്നൊക്കെ മാത്രമേ ഉള്ളൂ അറിയാം. അപ്പൊ ഞാനിങ്ങനെ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ചു, കുറെ വീഡിയോസ് ഇതൊക്കെ കണ്ട് അങ്ങനെയാണ് ഒക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇതിന് ഒരു കോച്ചിങ് ആവശ്യമായിട്ട് തോന്നിയോണ്ടാണ് കോച്ചിങ്ങിന് ചേർന്നത്. സോ ഫസ്റ്റ് +2 ഉള്ള ടൈമിൽ തന്നെ ഞാൻ കോച്ചിങ്ങിന് ചേർന്നു. +2 ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ കോച്ചിങ്ങിന് ചേർന്നു. ആൻഡ് +2ന്റെ കൂടെ തന്നെ ബിസിനസ്സും, ഞാൻ BBA ആണ് അവിടെ പഠിക്കുന്നത്, മീൻസ് കാരിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ. അപ്പം ഞാൻ +2ന്റെ സമയത്ത് തന്നെ അങ്ങനെ ബിസിനസ് കുറച്ചും കൂടെ MCQ ഒക്കെ ഫോളോ ചെയ്ത് അങ്ങനെ വന്നു. എന്നിട്ട് അതിന്റെ ആ വെക്കേഷന്റെ സമയത്ത് കുറച്ചും കൂടെ നന്നായിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയതൊക്കെയാണ്. പിന്നെ ഫസ്റ്റില് പഠിക്കും മീൻസ് ഞാനും സീരിയസ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഒന്നും. ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പഠിക്കുന്നല്ലാണ്ട് പിന്നെയാണ് ഒരു ടൈം ആയപ്പോഴാണ് കുറച്ചും കൂടെ, അതായത് എല്ലാവരും ഇങ്ങനെ ഇപ്പൊ GK ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഇപ്പൊ പോളൊക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ആൻസർ ഒക്കെ ചെയ്യുമ്പോ എനിക്ക് മാത്രം ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ ഞാന് അറിയാത്ത നിൽക്കുമ്പോഴാണ് ഞാൻ ഇതിങ്ങനെ കുറച്ചും കൂടെ ആയിട്ട് ഇതെന്താ എന്നുള്ളതിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. സോ ഇപ്പൊ ആദ്യമൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഫുൾ ആൻസർ ചെയ്യുമായിരുന്നു, എന്തിട്ടാലും അവൻ അപ്പൊ എല്ലാത്തിനും ആൻസർ ചെയ്യും. അവൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഓക്കെ ഇത് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ BBA എന്നുള്ളത് പ്ലാൻ ആയിരുന്നു. ആദ്യം മുതൽ +2 പഠിക്കുമ്പോഴേ BBA എടുക്കണം എന്നുണ്ടായതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. എന്താ കുറെ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ തുടങ്ങി, കുറെ കാര്യങ്ങൾ ചെയ്ത് മാക്സിമം പഠിക്കാൻ തുടങ്ങി.
നമ്മള് എത്ര പഠിച്ചാലും നമ്മൾ ആ ടൈം മാനേജ്മെന്റ് കൊണ്ടുവരാൻ തുടങ്ങി. ടൈം വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇത്ര ടൈമിനുള്ളിൽ ഇങ്ങനെ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് എന്നുള്ളത് ഹലോ, ആക്ച്വലി സ്റ്റക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഹലോ. ഹലോ. അപ്പോ അങ്ങനെ അങ്ങനെ സ്റ്റാർട്ടിങ് ആയി ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. ക്ലാസ് കാണും, ക്വസ്റ്റ്യൻസ് ചെയ്യും, അപ്പൊ തന്നെ ഫുൾ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. അന്നന്ന് ക്ലാസ് എടുക്കുമ്പോൾ അത് കഴിക്കും, പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ഒരു എക്സാം പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കുറെ പേപ്പർ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് അങ്ങനെയാണ് എന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് എക്സാം ആയി. അപ്പൊ പിന്നെ ഉള്ളത് ടൈം മാനേജ്മെന്റ് മാക്സിമം ആക്കാന്നായിരുന്നു. അതങ്ങനെ സെറ്റ് ആക്കാൻ നോക്കി. അങ്ങനെ എക്സാം ആയി. അങ്ങനെ എനിക്ക് മെയിൻ ക്യാമ്പസിന്റെ എന്റെ റാങ്ക് ഒരു 18 ഒക്കെ ആയിരുന്നു. എന്താ 80. അതുപോലെ ഇവിടെ ഞാൻ കാരയ്ക്കലാണ്, ഇത് അതായത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ ഒരു ഓഫ് ക്യാമ്പസ്. അപ്പൊ അവിടെ 18th ആയി റാങ്ക്. സോ ഫസ്റ്റില് ഇവിടെ കയറി. അങ്ങനെ ഇവിടെ കാരയ്ക്കലെത്തി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ കാരയ്ക്കൽ ഓഫ് ക്യാമ്പസിലെത്തി. ഇവിടെയുള്ള കോഴ്സസ് എന്ന് പറയുന്നത് BBA, BCom, BA ഇംഗ്ലീഷ് ആൻഡ് BSc കമ്പ്യൂട്ടർ സയൻസ്, അതാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ സൈക്കോളജി ഉണ്ടായിരുന്നു, BSc സൈക്കോളജി ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഫാക്കൽറ്റിന്റെ കുറവ്, ലാബിന്റെ കുറവൊക്കെ കാരണം കൊണ്ട് ഇവരെ ഇപ്പൊ മെയിൻ ക്യാമ്പസിക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഇവിടെ നിലവിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഈ 4 കോഴ്സാണ്. UG, BBA, ഇതൊക്കെ. അപ്പൊ ഫസ്റ്റില് പറഞ്ഞ പോലത്തെ BBAക്ക് ബിസിനസിന്റെ പേപ്പറാണ് എഴുതേണ്ടത്. BComന് അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, അങ്ങനെ എക്സ്ട്രാ. അതുപോലെ BScക്ക് എഴുതേണ്ട കമ്പ്യൂട്ടർ സയൻസിന് എഴുതേണ്ടത് മാത്സ്, കമ്പ്യൂട്ടർ, ബിസിനസ്, അങ്ങനെ. ഇംഗ്ലീഷിന് ഇംഗ്ലീഷിന്റെ പേപ്പറാണ് എഴുതേണ്ടത്. സോ അതിന്റെ ബേസിലൊക്കെ ആണ് ഇതിന്റെ ഓരോരോ ഇത് വരുന്നത്. പിന്നെ ഇവിടെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓഫ് ക്യാമ്പസ് ആണ്. സോ നമ്മള് മെയിൻ ക്യാമ്പസിന്റെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇവിടെ വരാൻ പറ്റൂല. കാരണം ഇത് അത് വെച്ച് നോക്കുമ്പോ ചെറിയ ക്യാമ്പസ് ആണ്, ഭയങ്കര പീസ്ഫുൾ ആണ്. അതായത് ഇപ്പൊ മെയിൻ ക്യാമ്പസിൽ നമുക്ക് ക്ലാസ്സിന് പോകണമെങ്കിൽ, ലൈബ്രറി പോകണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് മീൻസ് ബസ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൈക്കോ എന്തെങ്കിലും അവിടെ വേണം, അല്ലാണ്ട് കഴിയില്ല. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എല്ലാം എടുത്തടുത്താണ്. ഹോസ്റ്റൽ എടുത്താണ്, മീൻസ് നമ്മുടെ ക്യാമ്പസ് എല്ലാം എടുത്തടുത്താ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അധികം ദൂരല്ല. പിന്നെ അതുപോലെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, കുറച്ച് സ്റ്റുഡൻസ് ഉള്ളൂ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരായിട്ടും മാക്സിമം നമുക്ക് നല്ല മീൻസ് ഇവിടെ ഉള്ള എല്ലാവരും നമുക്ക് അറിയും. കാരണം അത്രയും കുറച്ച് ആൾക്കാരായതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാവരുടെ അടുത്തും കമ്പനി ആകാൻ പറ്റും. സോ നമ്മളെ സീനിയേഴ്സിന്റെ അടുത്തായാലും നമ്മളെ മീൻസ് PG ആയാലും UG ആയാലും നമ്മളെ സീനിയേഴ്സിന്റെ അടുത്ത് എല്ലായിടത്തും നമ്മൾ ഫുൾ കമ്പനി ആയിരിക്കും. കാരണം എല്ലാവരും നമ്മൾ എപ്പോഴും കാണുന്നതായിരിക്കും. പിന്നെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ബോയ്സിന്റെ ഹോസ്റ്റൽ അടിപൊളിയാണ്. അവർക്ക് എല്ലാതും ഉണ്ട്, മീൻസ് ഹോസ്റ്റലിൽ എല്ലാം സീൻ തന്നെയാണ്. പക്ഷെ ഗേൾസിന്റെ ഹോസ്റ്റലാണ് ഇവിടെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത്. ആൻഡ് അതിപ്പോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അടുത്ത വർഷമോ അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോഴത്തേന് ഇത് തുറക്കും എന്നാണ് പറയുന്നത്, ഗേൾസിന്റെ ഹോസ്റ്റല്. പിന്നെ ഇവിടെ നമുക്ക് റീഡിംഗ് റൂം ഉണ്ട് ഹോസ്റ്റലിൽ, ഇപ്പോൾ ഉള്ള ഹോസ്റ്റലില്. അതുപോലെ ക്യാമ്പസിൽ ലൈബ്രറി ഉണ്ട്. ഓക്കെ, അത് 8 മണി വരെ ലൈബ്രറി ഉണ്ടാകും. പിന്നെ മെസ്സിന്റെ ഫീ വരുന്നത് ഇവിടെ 110 ആണ് വരുന്നത് ഒരു ദിവസത്തിന്. അത് വെച്ച് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ റിഡക്ഷൻ കിട്ടും. അതായത് നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ റിഡക്ഷൻ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് ആ ക്യാഷ് അടുത്ത ഇതിൽ നമുക്ക് കുറച്ചിട്ട് കിട്ടും. ഇപ്പം ഇനി നോമ്പ് വരുന്നോണ്ട് തന്നെ, ഇപ്പൊ ഞങ്ങൾക്ക് നോമ്പ് വരുന്നോണ്ട് ഇപ്പം
എത്ര 3300 രൂപ നമുക്ക് അടക്കണ്ട. കാരണം നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് അത് അടക്കണ്ട. പിന്നെ നമുക്ക് മെയിൻ ക്യാമ്പസിൽ പറഞ്ഞാൽ നമ്മൾ 6 മന്ത്സിനുള്ളത് അപ്പൊ തന്നെ ഫസ്റ്റ് തന്നെ അത് പേ ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതുമില്ല. നമ്മള് എന്താ പറയാ ഫസ്റ്റ് ഓരോരോ ടൈമിൽ ഒരു 3 അല്ലെങ്കിൽ ഓരോ മാസത്തിന് വെച്ചാൽ മതി, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അടച്ചാൽ മതി, അങ്ങനെയാണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം മെയിൻ ക്യാമ്പസിൽ ഫുഡ് എല്ലാവരും പറയാൻ നമ്മൾ കേട്ടതല്ലേ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഇവിടെ നല്ല ഫുഡാണ്. നല്ല ഫുഡ് എന്ന് പറഞ്ഞാല് ഓക്കെയാണ്. പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫസ്റ്റ് കാണും. പക്ഷെ എന്നാലും ഓക്കെയാണ് ഇവിടുത്തെ ഫുഡ്. എനിക്ക് ഓക്കെയാണ്, എന്റെ ഫ്രണ്ട്സിനും ഓക്കെയാണ്. ചില പേർക്ക് ചില സമയത്ത് ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ വരും, അല്ലാണ്ട് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ക്യാമ്പസ് ലൈഫ് എന്ന് പറയാന് ഇവിടെ ക്യാമ്പസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഈ നാട് ഇത് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മാക്സിമം. കുറെ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നു, ഇതാക്കുന്നു, അങ്ങനത്തെ എക്സ്പ്ലോർ കിട്ടും. പിന്നെ അതുപോലെ കുറെ ഫ്രണ്ട്സിനെ കിട്ടും. എല്ലാരും പറയുന്ന മീൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതാണല്ലോ, കുറെ പല ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു. അപ്പൊ എനിക്കിപ്പോ കുറെ ഫ്രണ്ട്സിനെ കിട്ടി, കുറെ കണക്ഷൻസ് കിട്ടി, എല്ലാം കിട്ടി. സോ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ആയതുകൊണ്ട് നമുക്കിത് എപ്പോഴും നമ്മൾ എല്ലാരും ഇങ്ങനെ എപ്പോഴും കണ്ടുപിടിക്കാം. നമുക്ക് അധികം ആയിട്ട് ഭയങ്കരമായിട്ട് ഈ ക്യാമ്പസിൽ എക്സ്പ്ലോർ ചെയ്യാനില്ല. സോ അതുകൊണ്ട് നമ്മളെ എല്ലാരും എപ്പോഴെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. അങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. പിന്നെ ഇവിടെ പി ജി ഉണ്ട്. പി ജി MBA ഉണ്ട്, MCOM ഉണ്ട്, MSc കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. അത് മൂന്നാണ് ഇവിടെ ഉള്ളത്. ഇതില് അവർക്ക് പ്ലേസ്മെന്റ് ഉണ്ട് 100%. MBA IMA-കാർക്ക് 100% പ്ലേസ്മെന്റ് ഉണ്ട്. കുറെ പേര് ആദിത്യ ബിർള അതുപോലെ ടാറ്റന്റെ കുറെ കമ്പനിയിലൊക്കെ പ്ലേസ്ഡ് ആയി. അവര് ഇപ്പൊ എല്ലാരും ഇനി ഏകദേശം മീൻസ് എക്സാമിന്റെ മുമ്പ് തന്നെ അവര് ജോബിൽ കയറാനൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാരും ഏകദേശം സെറ്റ് ആണ്. മീൻസ് അത് മെയിൻ ക്യാമ്പസിൽ വെച്ച് നോക്കുമ്പോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ളത്. പിന്നെ അതുപോലെ ഉള്ള കാര്യങ്ങൾ ലൈബ്രറി ഉണ്ട്. മീൻസ് നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് പഠിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ പ്രോഗ്രാംസും ഉണ്ട്, ഓക്കെ ഇതുണ്ട്, പഠിത്തത്തിന് ഇതുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ മെയിൻ ക്യാമ്പസിന്റെ പോലെ നമ്മൾ എഴുതുന്ന പോലെ ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ വക പ്രോഗ്രാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടാകും. ആൻഡ് നമുക്ക് എക്സാംസ് അതൊക്കെ ഉണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് അധികം പ്രഷർ ഇല്ല. എന്റെ എല്ലാ ഫ്രണ്ട്സും CA വിത്തൊക്കെയാണ് ഇത് എടുക്കുന്നത്. CA പഠിക്കുന്നുണ്ട്, CMA പഠിക്കുന്നുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് പ്രഷർ ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ തന്നെ നമ്മളടുത്ത് ഓരോരോ PPT ഉണ്ടാക്കുക, അതുണ്ടാക്കുക, അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്ന ഒരു ഇത് വരുന്നത്. പിന്നെ അതുപോലെ അഡ്മിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് അത് ഓൺലൈൻ ആയിട്ടാണ്. പിന്നെ ഇവിടെ വന്നു, ഇവിടെ നമുക്ക് ശരിക്കും നല്ലൊരു ഇത് ഉണ്ടാവും. കാരണം നമ്മളിവിടെ കുറെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടായിരിക്കും ഇവിടെ വരിക. കാരണം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ നമുക്ക് കുറെ നല്ല ആൾക്കാർ അവിടെ നിന്ന് കിട്ടും. കാരണം ഇങ്ങനെ അഡ്മിഷന്റെ ആ സമയത്തൊക്കെ ഫുൾ സഹായിക്കാൻ മനസ്സുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഒന്നും നമുക്കൊരു ഇതുണ്ടാവില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ കിട്ടും എന്തെല്ലാം ചെയ്യണം. ഫുഡിന്റെ കാര്യം വെച്ച് നോക്കുമ്പോ ഇവിടെ ഓക്കെയാണ്. പ്ലേസ്മെന്റ് PG-ക്കാരുടെ കാര്യത്തിൽ അവർക്ക് പ്ലേസ്മെന്റ് ഓക്കെയാണ്. ആൻഡ് ഫ്രണ്ട്ലി ആണ് എല്ലാവരും. മീൻസ് ഞാന് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഭയങ്കര പേടിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ശരിക്കും എന്താവും അറിയാണ്ട് വന്നോണ്ട് ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ നമ്മൾ മാക്സിമം ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളെങ്കിലും നമ്മൾ അത് മാക്സിമം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ഓരോരുത്തരോട് സംസാരിച്ച് നമുക്ക് എല്ലാവരെയും ഇവിടെ മാക്സിമം അറിയും. അങ്ങനെ പിന്നെ അതുപോലെ ഇവിടെ ലീഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലീഗും കാര്യങ്ങളും ഗെയിംസ് ഒക്കെ ഉണ്ടാവും. രാത്രി നമ്മളെല്ലാവരും ഷട്ടിൽ കളിക്കും, ആൻഡ് ടെറഫ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ലൈഫും ഉണ്ടാവും. എക്സാംസ് അതും അങ്ങനെ ഓരോരോ ഇത്. അതായത് ഓഫ് ക്യാമ്പസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ക്യാമ്പസ് ആണ്, പക്ഷെ പീസ്ഫുൾ ആണ്. ആൻഡ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ എന്നും ട്രെയിൻ ഉണ്ട് നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടേക്ക്. സോ അതുകൊണ്ട് എന്നും ഇവിടേക്കും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. സോ അതൊക്കെയാണ് പിന്നെ ഉള്ളത്. ഗേൾസിന്റെ ഹോസ്റ്റല്, ബോയ്സിന്റെ ഹോസ്റ്റല് ആൻഡ് ക്യാമ്പസ്. ഹലോ, ഉണ്ടോ? പിന്നെയും ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്
അറിയാന് ഓർ നമ്മുടെ ഓക്കെ ആണ് ഇപ്പൊ? ഹലോ ഹലോ. ഉം. ഓക്കെ, ഓക്കെ ഇപ്പൊ ഓക്കെ ആയി. അപ്പം ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് ഇട്ടാലും മതി. ഹലോ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലേ? ഓക്കെ. അപ്പൊ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും അഡീഷണലി പറയാനുണ്ടോ? എനിക്കൊരു ഞാനൊരു കാര്യം കാര്യം വിട്ടുപോയി. അതായത് BA ഇംഗ്ലീഷ് ഉള്ള ഇത് കാരയ്ക്കലും പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇതിൽ ഉള്ളത് കാരയ്ക്കലും അതുപോലെ കമ്മ്യൂണിറ്റി കോളേജിലാണ് BA ഇംഗ്ലീഷ് ഉള്ളത്. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു അത്. സോ ഇംഗ്ലീഷിന്റെ പേപ്പർ എഴുതിയിട്ട് തന്നെ ആണ് ഇവിടെ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ പോളിഗ്രാഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മെന്റർ റാഫി സാറായിരുന്നു. നമ്മൾ എടുത്ത് 1-on-1 മെന്റർഷിപ്പ് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പോളിഗ്രാഡിനും CUT യുടെ കാര്യത്തിൽ മാത്രമല്ല പൊതുവെ എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാറാണ്. അപ്പം അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഞാൻ ഇന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിൽ മെയിൻ റീസൺ റാഫി സാറാണെന്ന് വേണം പറയാം. പോളിഗ്രാഡിന്റെ ഇതുപോലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ കയറണം എന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് അതിൽ ജോയിൻ ചെയ്തത്. നല്ല ക്ലാസ് ആണ് പോളിഗ്രാഡിൽ. പ്രത്യേകിച്ച് ഫാക്കൽറ്റീസ് എല്ലാം നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ സ്ട്രെസ്സോ പ്രഷറോ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു ഡെയിലി ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അതങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയില്ല സിലബസ് കംപ്ലീറ്റ് ആണ്. അപ്പൊ അതൊന്ന് മെൻഷൻ ചെയ്യണം. അതെ എനിക്കും അതുപോലെ തന്നെ ഉണ്ട്. കാരണം ഞാനും ഒരു പ്ലാൻ ഇല്ലാണ്ടാണ് ഞാൻ നിന്നത്. പക്ഷെ ആ സമയത്ത് സാറാണ് നമ്മുടെ അടുത്ത് ഏത് വിഷയമാണ് എന്താണ് നമുക്കൊരു ഫസ്റ്റ് മുതൽ ഒരു നല്ലൊരു ലൈഫ് ഗൈഡിങ് തരുന്നുണ്ട് ശരിക്കും. കാരണം ആ സമയത്ത് സാർ നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് സബ്ജക്റ്റ് ആണ് എടുക്കാൻ സാധ്യത, എന്താണ് ഇൻട്രസ്റ്റ്, നമുക്ക് ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്, ഏതാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ അടുത്ത് പറയും ഈ സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത്. ആൻഡ് അപ്പൊ ടൈം ടേബിൾ ഉണ്ടാക്കി തരും. ഓരോരോ ആൾക്കാരുടെ ഓരോരോ ഇതിന് വെച്ചിട്ട് നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി തരുമ്പോൾ അത് ഭയങ്കര ഉപകാരമായിരിക്കും. അതായത് എത്രത്തോളം നമ്മുടെ അത് ചോദിക്കും എത്ര ഹവേഴ്സ് പഠിക്കുന്നുണ്ട്, ആ പഠിക്കുന്ന സമയങ്ങള് ആൻഡ് അപ്പൊ ഒരു ദിവസം ഇത്ര കവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ ആ ടൈം ടേബിൾ വെച്ചിട്ടാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ മീൻസ് ഞാൻ ശരിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന സമയത്ത് സാറിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ എക്സാമിന്റെ തലേ സമയത്ത് പോലും നമ്മളെടുത്ത് പറയും എല്ലാം ഓക്കെ ആണ്, ഇനി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഫുൾ എനർജി കിട്ടുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ട് എല്ലാം കൊണ്ട് നമ്മൾ ഒന്ന് ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എന്ത് എന്നൊക്കെ നമുക്ക് അറിയാം. കാരണം നമ്മൾ കുറെ എക്സാംസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട് ഒക്കെ. MCQ ആകുമ്പോൾ നമുക്ക് ആ MCQന്റെ ഒരു മോഡൽ പേപ്പറൊക്കെ സാർ അയച്ചിട്ട് പറയും ഇതാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഫുൾ ക്ലാസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാം പേപ്പർസ് അയച്ചു തന്നിട്ട് നമുക്കത് ചെയ്യാൻ പറയണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഓക്കെയാണ്. നമ്മളിതൊക്കെ ഇത് നമ്മൾ ഇത് ചെയ്യാന്നുള്ള മൈൻഡിൽ നമ്മളൊന്ന് സെറ്റ് ആയിട്ട് നിൽക്കായിരിക്കും. പിന്നെ നല്ല എന്താ പറയാ എന്തെങ്കിലും ഓക്കെ എല്ലാം നമ്മൾ കണ്ടെത്തി തോന്നുകയാണെങ്കിൽ സാർ മോട്ടിവേഷൻ തരുന്നുണ്ട്. ആൻഡ് നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമുക്ക് ക്ലാസ്സസ് തരുന്നതും എല്ലാം. നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് കണ്ടാൽ മതി. റെക്കോർഡഡ് കാണണമെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ഒരു കോമ്പറ്റീഷൻ പോലെയാണെങ്കിൽ നമുക്ക് അതിനുള്ള പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാനും പഠിക്കാൻ തുടങ്ങാൻ റീസൺ ഇപ്പം ഞാൻ ആദ്യം എന്റെ ക്ലാസ് മാത്രം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു എന്താ പറയാ എല്ലാവരും ആൻസർ ഒക്കെ പറയുമ്പോൾ ഞാൻ അപ്പോഴാണ് കളിക്കുന്നത് ഓക്കെ ഞാനൊന്നും പഠിക്കുന്നില്ല എന്നുള്ളത്. സോ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ എല്ലാവരും നല്ല പഠിത്തം എന്നുള്ള എനിക്ക് തോന്നുമ്പോൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് ഞാനത് ഏറ്റെടുക്കുന്നത്. സോ അങ്ങനെയാണ് ഓക്കെ ഇവര് ഇങ്ങനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്, അപ്പൊ ഇവരുടെ അപ്പൊ ഞാനും അതുപോലെ തന്നെ ആ ടൈമിലെല്ലാം കവർ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് വന്നു. സോ അവസാനമായപ്പോ ഏകദേശം എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക.
പിന്നെ എക്സാം ആവുക, അപ്പൊ അതിന്റെ മെന്റലി നമ്മളൊന്ന് ഓക്കെ ആവുക. അപ്പൊ ആ സമയത്ത് സാർ നമ്മളെ വിളിക്കും, എക്സാമിന്റെ തലേന്ന് നമ്മളോടൊക്കെ സംസാരിക്കും, മിസ് സംസാരിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മളെല്ലാരും ഒന്ന് ഓക്കെ ആയിട്ടാണ് നമ്മൾ എക്സാമിന് പോവുക. എക്സാമിന് പോയി വന്നിട്ടും സാറ് ചോദിക്കും, സാർ എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ ആണോ? എനിക്ക് തോന്നുന്നു എക്സാം മാത്രമല്ല, എക്സാം കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ സാറിനോട് ചോദിക്കലുണ്ട്. പക്ഷെ ആ ഒരു കണക്ഷൻ എപ്പോഴും, ഇപ്പൊ ഞാനും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു 6 മാസമായി. സോ പക്ഷെ എന്നിട്ടും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സാറിനോട്ടായിരിക്കും ഫസ്റ്റ് പോയിട്ട് ചോദിക്കുക. എന്റെ ഒരു ലൈഫിൽ ഒരു മെന്റർ പോലെ ഇപ്പൊ സാർ ശരിക്കും. സോ അങ്ങനെ എനിക്കിപ്പോ പൊളിഗ്രാഡിൽ നിന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റോറി. ഓക്കെ, താങ്ക് യു. അപ്പൊ ആർക്കും ഫെർദർ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണു. അപ്പോ നമുക്ക് മെല്ലെ സെഷൻ എൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ആദി കൃഷ്ണ ആൻഡ് അന്ന ഷെറിൻ. കാരണം വളരെ ജെന്യൂൻ ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുള്ള് ക്ലിയർ ആണെന്ന് തോന്നുന്നു, ആരും ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ല. അതുപോലെ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം പറയുമ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മീഡിയ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം നിലവിൽ UG ബാച്ചിൽ ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് പഠിപ്പിക്കുന്നത്, നമുക്ക് പ്രൊഫസേഴ്സ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം അക്കാഡമിക്കലി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും നല്ല എഫേർട്ടൊക്കെ എടുത്ത് ഹെൽത്തി കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഉഷാറായി CUT എഴുതാ, അടിച്ചു പൊളിക്കാം. എല്ലാവർക്കും നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.